കൊച്ചി ചെല്ലാനത്ത് വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളുടെ വാദങ്ങൾ തള്ളി ദൃശ്യങ്ങളും രേഖകളും. ബൈക്ക് അമിത വേഗതയിലാണ് സഞ്ചരിച്ചത്. യുവാക്കൾ മദ്യപിച്ചിരുന്നെന്ന് പരിശോധനാ ഫലവും വ്യക്തമാക്കുന്നു. അപകടത്തിൽപ്പെട്ട യുവാവും സുഹൃത്തും ബൈക്കിൽ ആശുപത്രിയിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പോലീസ് കയ്യിൽ പിടിച്ചു വലിച്ചതുകൊണ്ടാണ് അപകടമുണ്ടായത് എന്നായിരുന്നു യുവാക്കളുടെ വാദം. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഇതിൽ കൃത്യമായ നിയമലംഘനം ഉണ്ടായിട്ടുള്ളത്, തെറ്റ് സംഭവിച്ചിട്ടുള്ളത് യുവാക്കളുടെ ഭാഗത്തു നിന്നാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അതിക്രമവും ഉണ്ടായിട്ടില്ല എന്നാണോ ഈ ദൃശ്യങ്ങളും അതുപോലെ തന്നെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? തന്നെയാണ് കരുതേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് ഇത് അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളും രേഖകളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ അത് പുറത്തുവിടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുൻപ് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് ചെക്കിങ്ങിനിടെ അമിത വേഗതയിലെത്തിയ ഈ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റുകയായിരുന്നു. ഇതിൽ ഈ യുവാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് ഇവർ പോയപ്പോൾ ഇവരുടെ കയ്യിൽ കയറി പോലീസ് പിടിച്ചു, അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഈ CPO ബിജുമോൻ, അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ബിജുമോന്റെ ശരീരത്തിലേക്ക് ഇവർ അമിത വേഗതയിലെത്തി. പോലീസിനെ കണ്ടപ്പോൾ ഇവർ വേഗത കൂട്ടുകയും ഇവർ അമിത വേഗതയിലെത്തി പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇവർക്കെതിരെ ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അന്ന് ഈ തങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. SI ഈ കോൺസ്റ്റബിളിനെ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. തങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുപോയില്ല എന്നായിരുന്നു ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് അത് ഇവർ ആശുപത്രിയിൽ, പ്രത്യേകിച്ച് 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിൽ ഇവർ രണ്ടുപേരും ബൈക്കിൽ പോകുന്നതും അവിടെ പട്ടി കുറുകെ ചാടിയാണ് അപകടം ഉണ്ടായതെന്ന് അവിടുത്തെ ആശുപത്രി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും പോലീസ് തെളിവടക്കം പുറത്തുവിടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ മദ്യപിച്ചിരുന്നു എന്നതിന്റെ രേഖകളും, ഈ ആശുപത്രി രേഖകൾ ഇവർ മദ്യപിച്ചിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖകളും പോലീസ് പുറത്തുവിടുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇത്തരത്തിൽ ഒരു പോലീസ് ഉണ്ടാക്കിയ അപകടമല്ല, ഇവർ അമിത വേഗതയിൽ മദ്യപിച്ചെത്തി ഉണ്ടായ ഒരു അപകടമാണിതെന്ന് പോലീസ് കൃത്യമായി തെളിവുകൾ വെച്ച് തന്നെ കാണിക്കുന്നു. കുടുംബം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പോലീസിനെതിരെ കുടുംബം പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. പോലീസിന്റെ സർക്കുലർ അല്ലെങ്കിൽ അവർക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ലംഘിച്ചു. അപകടത്തിൽപ്പെട്ടവരെ, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന സർക്കുലറടക്കം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ DCP മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതിൽ കൃത്യമായി നടന്ന സംഭവങ്ങൾ DCP വിവരിച്ചിരുന്നു. അതിന് പിന്നാലെ അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഇതിനുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസെടുത്തിട്ടുണ്ട്. വഴിയിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ അപകടകരമായി വാഹനം ഓടിച്ച് കയറ്റി അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് തന്നെ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും ആശുപത്രി രേഖകളും എല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ ഭാഗം കൃത്യമായി പറയുന്നത്. ദിവ്യ, അപ്പോൾ നിതിൻ, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഈ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ അവിടെ നിന്നും ഈ അനിൽ, ഒപ്പം തന്നെ അയാളുടെ മറ്റൊരു സുഹൃത്ത്, ഈ രണ്ട് ആളുകളുമായിരുന്നു അവിടെ നിന്നും പോയത്. രാഹുൽ, അനിൽ, ഇവർ രണ്ടുപേരും ആലപ്പുഴ സ്വദേശികളാണ്. ഇവർ രണ്ടുപേരും അവിടെ നിന്നും പോയില്ല. പോലീസ് പറയുന്നതനുസരിച്ച് ജീപ്പിൽ കയറി ആശുപത്രിയിൽ പോകാൻ ഇവരെ വിളിച്ചെങ്കിലും തങ്ങൾക്ക് കുഴപ്പമില്ല, സ്വയം പൊക്കോളാം എന്നവർ പറയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ റിലീസിൽ അങ്ങനെയാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പോലീസുകാരനും പരിക്കേറ്റിരുന്നോ? ഈ പോലീസ് പറയുന്നത് ഈ പോലീസുകാരന്റെ ശരീരത്തിലേക്ക് ഇവർ വാഹനം ഇടിച്ച് കയറ്റുകയായിരുന്നു എന്നാണ്. ഈ പോലീസുകാരന്റെ ദൃശ്യങ്ങൾ, കൈ പൊട്ടി, കയ്യിൽ കൈ ഒടിഞ്ഞ് അതിൽ ഈ കമ്പികളടക്കം ഇട്ടിരിക്കുന്ന ദൃശ്യങ്ങളടക്കം പോലീസുകാരന്റെ ദൃശ്യമടക്കം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം പോലീസുകാരന്റെ കൈക്ക് ഒടിവുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പോലീസുകാരന്റെ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവരെ വിളിച്ചുവെങ്കിലും പക്ഷേ ഇവർ ചെന്നില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും സ്വയം വാഹനം ഓടിച്ച്, അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിടുന്നുണ്ട്. സ്വയം വാഹനം ഓടിച്ച് 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിലാണ് ഇവർ എത്തുന്നത്. അതിനുശേഷം അവിടെ പട്ടി കുറുകെ ചാടിയതാണ് എന്ന് ആശുപത്രിയുടെ രേഖകളിൽ, ഈ ആശുപത്രിയുടെ രജിസ്റ്ററിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളും അതിന്റെ രേഖകളും പോലീസ് മനസ്സിലാക്കേണ്ടത്, അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചു, ഇങ്ങനെ ഒരു പരാക്രമം കാണിച്ചു, അപകടമുണ്ടായി, ഇവർക്ക് അതിൽ നിന്ന് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസ് വരുമെന്ന് മുൻകൂട്ടി കണ്ട്, പണിയാകുമെന്ന് കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് പോലീസിന്റെ മേലെ കെട്ടിവയ്ക്കാൻ നോക്കി. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് ഇത് പോലീസിന്റെ
ഈ ദൃശ്യങ്ങളും രേഖകളും ഒക്കെ പുറത്തുവിടുമ്പോൾ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അമിത വേഗത ആ ദൃശ്യങ്ങളിലും CCTV ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ഒരു അമിത വേഗതയിലാണ് വരുന്നത്. പോലീസ് വാഹനം കാണുമ്പോൾ ഇവർ വേഗത കൂട്ടുന്നുണ്ട്. ഒരുപക്ഷെ മദ്യപിച്ചിരുന്നതിനാൽ പോലീസിന്റെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗതയിൽ പോകാൻ ശ്രമിച്ചതായിരിക്കാം. അപ്പോഴാണ് ഈ പോലീസുകാരന്റെ ദേഹത്തേക്ക് ഇത്തരത്തിൽ വാഹനം ഇടിച്ചു കയറുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നത് തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു എന്നാണ്. ഏതായാലും അതിന്റെ ആ ഒരു ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. അതിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടുള്ളത്. പക്ഷേ ഇവർ മദ്യപിച്ചിരുന്നു എന്നതും അമിത വേഗതയിലായിരുന്നു എന്നതും കൃത്യമായി CCTV ദൃശ്യങ്ങളിലും ആശുപത്രി രേഖകളിലും തെളിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നില്ല. ഇവർ സ്വയം വാഹനം ഓടിച്ച് 50 കിലോമീറ്റർ അകലെ. സാധാരണ പോലീസ് പറയുന്നത് വലിയ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലല്ലേ പോകേണ്ടിയിരുന്നത്. ഇവരെ തങ്ങൾ ആശുപത്രിയിൽ പോകാൻ വിളിച്ചിരുന്നു. പക്ഷെ അവർക്ക് കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ മദ്യപിച്ചിരുന്നുകൊണ്ട് പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ പറഞ്ഞതാകാം. ഏതായാലും ഈ അടുത്തുള്ള ആശുപത്രിയിൽ പോകാതെ 50 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ പോയ ശേഷം പട്ടി കുറുകെ ചാടി എന്നാണ് ഇവർ ആശുപത്രി രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട്